സ്ക്രീൻ ഷെയർ ചെയ്യണം അല്ലേ? Can you see the screen? Okay. So may I start? Yeah, please. You are in charge. You Okay. will give my permission. Good morning all. As you all know, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇന്റലിജൻസിന്റെ ഏറ്റവും ബാക്ക് ബോൺ ആയ സ്പിരിച്വൽ ഇന്റലിജൻസിനെ കുറിച്ച് സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇന്നലെ അതിലെ ചേച്ചി ഒരുപാട് മനോഹരമായി എടുത്തെങ്കിൽ നമ്മുടെ ടേൺ ആണ്. നമ്മൾ പരസ്പരം അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മളിവിടെ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസിനെ ദാന സോഹർ എങ്ങനെയാണ് 12 പ്രിൻസിപ്പൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രിൻസിപ്പൾസ് എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ 48 പേരുണ്ട്. നമ്മളിപ്പോ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 പേർക്ക് ഒരു ടോപ്പിക് വെച്ച് പഠിക്കും. ഇപ്പൊ ഐ ഹാവ് ഡിവൈഡ് ഇൻടു 12 ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഗ്രൂപ്പ് വെച്ച് ഇങ്ങനെ സംസാരിച്ച് വരും. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പം വരുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ സെൽഫ് അവയർനെസിനെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് അവരുടെ ഐഡിയാസ് വെച്ചതിന് ശേഷം ആ ഗ്രൂപ്പിലുള്ള ഒരാൾ അതിനെ കുറിച്ച് ഇച്ചിരി കൺക്ലൂഷൻ പോലെ പറയായിരിക്കും, നല്ലതായിരിക്കും. ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാണ് അടുത്ത ഗ്രൂപ്പ് റെഡിയായി നിൽക്കുക. അപ്പം ഷാൽ വി സ്റ്റാർട്ട്? സോ ഐ കോൾ അപ്പോൺ ഫസ്റ്റ് ഗ്രൂപ്പ് സെൽഫ് അവയർനെസ്. എന്റെ ടീം ഇസ് അലീന റോസ്മിൻ, അഖില, അലീന ജോസഫ് ആൻഡ് അഞ്ജു ജസ്റ്റിൻ. അലീന ചേച്ചിയുടെ ഇന്ന് കല്യാണം ഉണ്ട്, ചേച്ചി കൊണ്ട് ബി കമ്മിങ്. സോ ബാക്കി 3 പേരും ഐ ഹാൻഡ് ഇറ്റ് ഓവർ ടു യു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് അവയർനെസിനെ പറ്റിയാണ്. സെൽഫ് അവയർനെസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് സെൽഫ് അവയർനെസ് എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ഒരു സിനിമ ഡയലോഗ് ഉണ്ട്. നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കുതിരവട്ടം പപ്പു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, അപ്പൊ ഞാൻ പറയാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതുപോലെ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. പലപ്പോഴും ഈ ഡയലോഗ് നമ്മള് ഒരു തമാശ രൂപേണ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഡയലോഗ് കേട്ട് പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുന്ന വേറൊരു തലം കൂടി ഈ ഡയലോഗിനുണ്ട്. അവിടെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഞാൻ ആരാണ്, ഹു ആം ഐ. അത് തന്നെയാണ് നമ്മുടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ ആരാണെന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ മൊമെന്റിൽ തിരിച്ചറിയുന്ന ആ അവസ്ഥയാണ് നമ്മൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ ഈ ആയിരിക്കുന്ന ഈ അവസ്ഥയുമാണ്. അപ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കുറിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജസ്, നമ്മുടെ ഇമോഷൻസ്, ഇപ്പൊ നമ്മുടെ മനസ്സിൽ നടക്കുന്ന നമ്മുടെ ഓരോ ചിന്തകള്, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, വാല്യൂസ്, ഇതൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥ, അതാണ് നമുക്ക് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ഒരു മുറിയിൽ നമ്മൾ കുറച്ച് പേര് ഇരിക്കുവാണ്. ഇപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മുന്നിലുള്ളവർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അതായത് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവയർനെസ്, അതാണ് നമുക്ക് സെൽഫ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് എനിക്ക് ഇവിടെ നിന്ന് ഒരു കണ്ണൂർ വരെ യാത്ര ചെയ്യണം. അപ്പൊ യാത്ര ചെയ്യണമെങ്കിലും ഞാൻ ആയിരിക്കുന്ന ഈ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് നല്ലതായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലോട്ട് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ പരിമിതികളെല്ലാം മറികടന്ന് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നല്ലൊരു സക്സസ്ഫുൾ പേഴ്സൺ ആകണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സെൽഫ് അവയർനെസ്. അതായത് നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുക. സോ നല്ലൊരു സക്സസ്ഫുൾ പേഴ്സൺ ആവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സെൽഫ് അവയർനെസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
അവയർനെസ് നിങ്ങൾ ബാക്കിയാണ് ഹലോ അച്ഛ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഞാൻ പറയാൻ പോകുന്ന സെൽഫ് അവയർനെസിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം സെൽഫ് അവയർനെസ്. ഹലോ അച്ഛൻ, അലീനയാണ്, അലീന ജോസഫ്. എനിക്ക് വീഡിയോ ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. അപ്പം കേൾക്കാമോ? സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു നോ മോർ അബൌട്ട് അവർ സെൽഫ്. അതായത് അവയർനെസ് ഓഫ് അവർ വേൾഡ് വ്യൂ, അവയർനെസ് ഓഫ് അവർ ലൈഫ് പർപ്പസ്, അവയർനെസ് ഓഫ് അവർ വാല്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സെൽഫ് അവയർനെസ് എങ്ങനെയാണ് അറ്റൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ മാർഗം വെച്ചാൽ നമ്മളോട് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വി ഷുഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു അവർ സെൽഫ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുമ്പം ചോദിക്കുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ when we ask why questions to ourselves, നമ്മൾ വിചാരിക്കുന്ന we will increase our self awareness, but actually we end up inventing answers that feel true but are often very wrong. അതായത് നമ്മൾ അങ്ങനെ why questions നമ്മളോട് തന്നെ ചോദിക്കുമ്പം നമ്മൾ ചിലപ്പം നമുക്ക് ശരിയാവാൻ തോന്നുന്ന കുറെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയാവണമെന്നില്ല. അപ്പൊ നമുക്ക് we should ask what questions instead of why questions. അത് നമ്മളെ ഫ്യൂച്ചറിലേക്ക് ഹെൽപ്പ് ചെയ്യും. ഡാനിയൽ സഹർ പറയുന്നത് അത് തന്നെയാണ്. വി നീഡ് ടു നോ ഹൂ വി ആർ, വാട്ട് ആർ അവർ വാല്യൂസ്, വാട്ട് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, വാട്ട് ഡു ഐ ലിവ് ഫോർ, വാട്ട് ഡു ഐ ഡൈ ഫോർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് നമ്മൾ ചോദിക്കുന്ന വഴി സെൽഫ് അവയർനെസ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് വി ആർ മോർ ഓഫ് വാട്ട് വി തിങ്ക് ഓഫ് അവർ സെൽഫ്. വി ഹാവ് എ ഡീപ്പർ സെൽഫ്. നമുക്ക് നമ്മുടെ മനസ്സിൽ വി ഹാവ് എ സ്പാർക്ക് ഓഫ് സാക്രഡ് വിത്തിൻ us. നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം കൂടുതലായിട്ട്. അതായത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം, നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറ്റൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ പേഴ്സണാലിറ്റി, അവർ ഇമോഷൻസ്, ബിലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയാണ് അച്ഛാ പറയുന്നത്. ഹലോ ഫാദർ, ഞാൻ അഞ്ജു ജസ്റ്റിൻ. ഞാൻ ഒരു സെൽഫ് അവയർനെസിനെ കുറിച്ച് ഒരു സ്റ്റോറി പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിംഹക്കുട്ടിയുടെ കഥ. ഈ സിംഹക്കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ സിംഹത്തിന്റെ അമ്മ മരിച്ചു പോവാണ്. പിന്നീട് ആ സിംഹക്കുട്ടി ജീവിക്കുന്നത് മൊത്തം കുറച്ച് ചെമ്മരിയാടുകളുടെ കൂട്ടത്തിലാണ്. ഈ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ ഈ സിംഹക്കുട്ടി ജീവിക്കുമ്പം അവരെ പോലെ പുല്ല് തിന്നാൻ ശ്രമിക്കുന്നു, അവരെ പോലെ നടക്കാൻ ശ്രമിക്കുന്നു, അവരെ പോലെ കരയാനും ഒക്കെ ഈ സിംഹക്കുട്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ആ സിംഹക്കുട്ടി എന്ന് പറയുന്നത് അൺഹാപ്പി ആയിരുന്നു. കൂട്ടത്തിലുള്ള ആൾക്കാര് ആ സിംഹക്കുട്ടിയെ കളിയാക്കും. നീ ഞങ്ങളെ പോലല്ല ഇരിക്കുന്നത്, ഞങ്ങളുടെ അത്ര ഭംഗിയില്ല നിനക്ക്, ഞങ്ങളെ പോലെ നിനക്ക് കരയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സിംഹക്കുട്ടിയെ എപ്പോഴും ആ ചെമ്മരിയാടുകൾ കളിയാക്കും. അപ്പൊ ഈ സിംഹക്കുട്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ തന്നെയാണ്. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമില്ല. നമ്മുടെ കഴിവുകളെ കുറിച്ചോ നമ്മുടെ ഫീലിങ്സിനെ കുറിച്ചോ നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ വെറുതെ ഡെസ്പായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും ഈ ആടുകളെ ആ കാട്ടിലെ വേറൊരു സിംഹം ഇരയ്ക്ക് വേണ്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൂട്ടത്തില് ഈ സിംഹക്കുട്ടി പേടിച്ചു ഓടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ വലിയ സിംഹം ഈ ചെറിയ സിംഹത്തെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഈ സിംഹത്തെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ എന്തിനാ ഇവരുടെ കൂട്ടത്തിൽ ഓടുന്നത്, നീ ഒരു സിംഹമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ സിംഹക്കുട്ടി പറയാണ്, അല്ല, ഞാനും ഇവരെ പോലെ ഒരു ആട് തന്നെയാണ്. എന്നിട്ട് ഈ വലിയ സിംഹം ഈ സിംഹക്കുട്ടിയെ ഒരു റിവറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ വെള്ളത്തില് അതിന്റെ റിഫ്ലക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അല്ല, നീ ഒരു സിംഹക്കുട്ടിയാണ്, നീ ഒരു ചെമ്മരിയാട് അല്ല എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേനും ഈ കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ സിംഹം ആ സിംഹമാണെന്ന് തന്നെ മനസ്സിലാക്കി അവിടുത്തെ രാജാവായിട്ട് തീരുന്നത്. ഇതുപോലൊക്കെ തന്നെയാണ് സെൽഫ് അവയർനെസ്. ആ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുന്നത്, അതിനെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലങ്ങളും തന്നെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. സെൽഫ് അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആവും, നമുക്ക് ശരിക്കുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും,
നമ്മുടെ റിലേഷൻസ് സ്ട്രോങ്ങർ ആവും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും. അങ്ങനെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഐഡന്റിറ്റി. Very good, very good. താങ്ക് യു ഫാദർ. Thank you. Please next. ഹലോ, Yeah. താങ്ക് യു ഗ്രൂപ്പ് 1. സെൽഫ് അവയർനെസിനെ കുറിച്ച് ഗ്രൂപ്പ് 1 വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാന സോഹന്റെ വീഡിയോയിൽ നിന്ന് ഓരോ പോയിന്റ്സ് എടുത്ത് പറഞ്ഞു. അത് മനസ്സിലാകാത്തവർക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലത്തെ മൂവീസിൽ നിന്നുള്ള പോയിന്റ്സ് ഒക്കെ എടുത്ത് പറഞ്ഞു. അതും വേണമെങ്കിൽ നമുക്ക് ഒത്തിരി സിമ്പിൾ ആയിട്ട് സ്റ്റോറീസും ഒക്കെ ഉള്ള വളരെ മനോഹരമായിട്ടാണ് സെൽഫ് അവയർനെസ് ഗ്രൂപ്പ് നല്ലതായിട്ട് ചെയ്തു. അലീനയ്ക്കും അഖിലയ്ക്കും മഞ്ജുവും താങ്ക് യു. നൗ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ഗ്രൂപ്പ് 2 സ്പോണ്ടേനിറ്റി, അൽവീന, അമല സണ്ണി, അനുജ and Arya Saj. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഞാനാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിറ്റി, ടോക്കിംഗ് അബൌട്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്, സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ബീങ് നാച്ചുറൽ റാദർ ദാൻ പ്ലാൻഡ് ഇൻ അഡ്വാൻസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യാതെ ഒരു കാര്യം ചെയ്യുന്നതിനാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. സ്പോണ്ടേനിറ്റി ഇൻ സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ it also means the same, like being spontaneous, doing something without thinking much. Basically it means spontaneity is letting go of all your baggage, your childhood problems, prejudice, assumptions, values and projections. ഇപ്പൊ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഒത്തിരി പ്രശ്നങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, നമുക്ക് ആ ചൈൽഡ്ഹുഡ് പ്രോബ്ലംസോ എന്തെങ്കിലും ആട്ടെ അതൊന്നും നമ്മളെ അഫക്ട് ചെയ്യാതെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. And it is based upon the ability to incorporate self-control, self-discipline and self-empowerment, so you can let go all your prejudice and baggage and be responsible for your actions in a spontaneous manner. അതുതന്നെ എന്താ, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നതോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നത് പഴയ കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യാതെ നമ്മുടെ പ്രോബ്ലംസോ ഒന്നും അഫക്ട് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെയാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഇന്റലിജൻസ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആര്യ. ആര്യക്കാണെങ്കിൽ കറണ്ടിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലേ. അപ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ സ്പോണ്ടേനിറ്റി അൽവിന അതിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞു തന്നു. ബേസിക്കലി എന്താണ് സ്പോണ്ടേനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഇൻസ്റ്റൻസസ് എടുക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് ബിഹേവ് ചെയ്യും, ആ കുട്ടി ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ആക്ടിങ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു, ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ലെന്നൊക്കെ. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് സ്പോണ്ടേനിയസ് ബിഹേവിയർ ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി, പ്രത്യേകിച്ച് പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാതെയുള്ള ജീവിതമാണ് നമുക്കിഷ്ടം. പക്ഷെ പലപ്പോഴും നമ്മള് ഒരുപാട് ആലോചിക്കുന്നത് കൊണ്ട്, ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് പലർക്കും തരണം ചെയ്യാൻ പറ്റാറില്ല. അതിന്റെ കാരണം ഒരുപാട് പ്രീ പ്ലാൻഡ് ആണ്. ഇങ്ങനെ സംഭവിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുവാണ്. പിന്നെ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിലരുണ്ട് എടുത്തടിച്ച് മറുപടി പറയും, ചിലരുണ്ട് അപ്പൊ ഒന്നും പറയുകയല്ല, അതിനുശേഷം ആ ഒരു കാര്യത്തെ പറ്റി, ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറെ ചിന്തിച്ച് കാട് കയറി വലിയൊരു ഇഷ്യൂ ആയി മാറുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്തായിരിക്കും, ഈ SQ എന്ന് പറയുന്ന ഉള്ള ഒരു വ്യക്തിയുടെ ഒരു ഗുണം എന്തായിരിക്കും എന്ന് വെച്ചാൽ ലിവിങ് ദ മൊമെന്റ് ആണ്. നമ്മുടെ ഡാന സാർ പറഞ്ഞ പോലെ they will live to the moment. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് ഇപ്പൊ സംഭവിച്ചു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഫ്യൂച്ചർ. പ്രസന്റിന് നല്ലതിനെ അക്സെപ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും അംഗീകരിച്ച് ജീവിച്ചു പോകും ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ എന്താ പറ്റുന്നത്, എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ പറഞ്ഞു തീർക്കും, അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് കാട് കയറുന്നില്ല. അപ്പൊ അത് ശരിക്കും ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത്, ഇതിന്റെയൊക്കെ നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്നുമില്ലാതെ മുന്നിൽ വരുന്നതിനെ മീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും സ്പോണ്ടേനിറ്റി ഒരു ക്വാളിറ്റി ആയിട്ടുള്ളവര്. പിന്നെ നമ്മള് ഒരു സമൂഹത്തില് എപ്പോഴും ബിഹേവ് ചെയ്യുമ്പോൾ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്താണോ അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും
ആ ഒരു ഗ്രൂപ്പിനും നല്ലത്. സോ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി സ്പിരിച്വൽ ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പളിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് അമല കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ. ഞാൻ അമലയാണ്. സ്പോണ്ടനിറ്റിയെ പറ്റി ഇപ്പൊ കുറെ പറഞ്ഞു. എന്നിരുന്നാൽ ഞാനൊരു സെന്റൻസ് പറയാം. ദ വേ ഓഫ് ബിഹേവിംഗ് ഇൻ വിച്ച് യു ഡു വാട്ട് ഫീൽസ് നാച്ചുറൽ ആൻഡ് ഗുഡ് വെൻ എവർ യു വാണ്ട് ടു റാദർ ദാൻ പ്ലാനിങ് തിങ്സ് ഫസ്റ്റ്. അപ്പം നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നവരാ കൂടുതലും. പക്ഷെ ഈ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതിന് ഇപ്പം അനുജ പറഞ്ഞ നമുക്ക് ചിലപ്പം അവിടെ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ നമുക്ക് ആ പ്ലാൻ ചെയ്ത രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ പറയുന്നേ മൂഡ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇതാകുന്നത് കൂടുതലും. അപ്പം കൂടുതലും പ്ലാൻ ചെയ്യാതെ എല്ലാ കാര്യവും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ. ഉദാഹരണത്തിന് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്താണെങ്കിലും പ്രീ പ്ലാൻഡാ. പക്ഷെ നമ്മൾ എന്തൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നാൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കണമെന്നില്ല അവിടുന്ന് ചോദിക്കുന്നതൊക്കെ. അപ്പം നമ്മള് അവിടെ അവർക്ക് വേണ്ടത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് നമ്മള് എപ്പോഴും ഒരിക്കലും എല്ലാ കാര്യവും പ്രീ പ്ലാൻ ചെയ്യുന്നതിന് പകരം ആ ആഗ്രഹിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നല്ലതുമായ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെരുമാറ്റത്തെയാണ് സ്പോണ്ടേനിയസ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഗ്രൂപ്പ് 2. സ്പോണ്ടേനിറ്റിയെ കുറിച്ച് നല്ല രീതിയിൽ ഇവര് പറഞ്ഞു കഴിഞ്ഞു. അൽവിനെയും അനുജയും അമലയും സ്പോണ്ടേനിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻസാന് സെൽഫ് വർത്ത് തിരിച്ചറിയുന്ന ആൾക്കാർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കോൺഫിഡൻസ് കാണും. പിന്നെ സ്പോണ്ടേനിറ്റിയും എടുത്തുചാട്ടനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്പോണ്ടേനിറ്റി കറക്റ്റ് ഡിസിഷൻ കറക്റ്റ് സമയത്ത് എടുക്കണം, അതുപോലെയാണ്. അപ്പൊ നല്ല രീതിയിലാണ് അൽവീനയും അനുജയും അമലയും ഇപ്പം പറഞ്ഞത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്താണ് പറഞ്ഞത്. അപ്പൊ താങ്ക് യു ഗ്രൂപ്പ് 2. Now I would like to call upon group 3, being vision and value led. The members are Anita Sibi, Asha Maria, Angela Jimmy and Harsha Melvin. ഹലോ എവ്രിവൺ. ഞങ്ങളുടെ ടീമിന് കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബീങ് വിഷൻ ആൻഡ് വാല്യൂ ലെഡ് ആണ്. ഞാൻ ഇതിന്റെ ലിറ്ററൽ മീനിങ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. ആ ആദർശങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയും വേണം നാം ജീവിക്കാൻ. എന്ത് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഏഞ്ചല പറയും. ഏഞ്ചല ഉണ്ടോ? ബീയിങ് വിഷൻ ആൻഡ് വാല്യൂ ലെഡ് അല്ലേ? ബീയിങ് ആൻഡ് ഹാവിങ്ങിനെ കുറിച്ച് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന നല്ലതാണ്. There are people with being values and having values. ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നവരാ ഹാവിങ്, എനിക്ക് അത് വേണം ഇത് വേണം. പക്ഷെ ബീയിങ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ആയിരിക്കുക, വ്യക്തികളെയാണ് വലുത്, ജീവിതമാണ് വലുത്, അല്ലാതെ വസ്തുക്കളല്ല. അപ്പൊ അതാണ് ബീയിങ് ആൻഡ് ഹാവിങ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു, നമുക്ക് ഒരു കാറേ ഉള്ളെങ്കിൽ അതിന്റെ ടെൻഷൻ ഉള്ളൂ. ഒരു 10 കാറുണ്ടെങ്കിൽ 10 ബസ്സുള്ളവന്റെ ടെൻഷൻ ഒരു ബസ്സുള്ളവനേക്കാൾ 10 മടങ്ങാണ്. അപ്പൊ വസ്തുക്കൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകും. ബീയിങ് വിഷൻ ഉണ്ടാവണം, നോട്ട് ഹാവിങ് വിഷൻ. ഏഞ്ചൽ ജില്ലയിലേക്ക് അടുത്ത ആളിലേക്ക് പോവാ. ഓക്കെ, നെക്സ്റ്റ്. അൺലോക്ക്, നിങ്ങൾ പ്ലീസ് സ്പീക്ക്, അൺമ്യൂട്ട്. സോറി, വ്യത്യാസമാണ്. ബീങ് വിഷൻ ആൻഡ് വാല്യൂ ലെഡ് എന്ന് പറയുന്നത്, വിഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡാന ഷുഹർ, വിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോങ് ടേം അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ആണ് വിഷൻ ആണ് ഡാന ഷുഹർ പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമാജിനേഷൻ ഓർ എ തോട്ട് വിച്ച് ഇൻസ്പയർസ് us to achieve something bigger in the future. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെ അവരെല്ലാവരും ഗ്രേറ്റ് വിഷണറീസ് ആയിരുന്നു എന്നാണ് പറയുന്നത്.
ഭാവിയിൽ അവർ എന്തായി തീരണം, എങ്ങനെയായി തീരണം, ഏത് നിലയിൽ എത്തിച്ചേരണം എന്ന് അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവരത് ആ വിഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് അവര് ചില വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ വിഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും ഇമോഷണൽ ഇന്റലിജൻസിനോടും കോഗ്നിറ്റീവ് ഇന്റലിജൻസിനോടും ഒപ്പം തന്നെ ഹൈ സ്പിരിച്വൽ ഇന്റലിജൻസ് കോഴ്സ് ഉള്ളവരായിരുന്നു നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ. ഡാന ഷുഹർ തന്റെ ജീവിതത്തിലെ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരിക്കലും ഡാന ഷുഹറിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, മമ്മി വൈ ഡു ഐ ഹാവ് എ ലൈഫ്? ഡാന ഷുഹറിന് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റിയില്ലെന്നാണ് ഡാന ഷുഹർ പറഞ്ഞത്. വേണമെങ്കിൽ ഡാന ഷുഹറിന് എങ്ങനെ പറയായിരുന്നു, യു ഹാവ് എ ലൈഫ് സോ ദാറ്റ് യു ക്യാൻ ബിക്കം എ ഡോക്ടർ, നിങ്ങൾക്ക് പഠിച്ചൊരു വലിയ ഡോക്ടറായി തീരാം, അല്ലെങ്കിൽ ഒരുപാട് പണവും പ്രശസ്തിയൊക്കെ നേടാം, ഈ ലോകത്തിന്റെ ലക്ഷറീസ് ഒക്കെ നിനക്ക് ആസ്വദിക്കാം. പക്ഷെ ഡാന ഷുഹർ ആദ്യം ഉത്തരം പറഞ്ഞത് ഒരുപാട് ഇരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് മകനോട് അതിനൊരു ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു, യു ഹാവ് എ ലൈഫ് സോ ദാറ്റ് യു ക്യാൻ ലീവ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ദാൻ യു ഫൗണ്ട് ഇറ്റ്. You have a life so that you can make a difference. ഇങ്ങനെയാണ് ഡാന ഷുഹർ മകന് കൊടുത്ത ഒരു ഉത്തരം. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു വിഷൻ ആയിരുന്നു. ആരുമായിട്ടുള്ള അതിന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ അല്ല അദ്ദേഹം മകന് പകർന്നു കൊടുത്തത്. നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും നമ്മൾ നമ്മുടെ ഹാർട്ടിനെ ഫോളോ ചെയ്യാനാണ് ഡാന ഷുഹർ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്യാൻ പോകരുത്. നമുക്ക് എന്ത് ചെയ്യണോ, ഫോളോ വാട്ട് വി വാണ്ട് ടു ഡു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വാട്ട് എവർ വി ഡു we should try to make a difference from it. Great. Ania. ഹർഷ, ഹലോ, കേൾക്കാമോ? Yeah, please. ഇപ്പം ആശയും അനിറ്റയും പറഞ്ഞു എന്താണ് ബീയിങ് വിഷൻ ആൻഡ് വാല്യൂ ലെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ വിഷൻ അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്നതെന്ന്. അതായത് അതിന്റെ സോഴ്സ് ഒക്കെ എന്തായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും ഇനീഷ്യലി നമ്മുടെ ലൈഫിൽ ഒരുപാട് വാല്യൂസും പ്രിൻസിപ്പിൾസും മോറൽസും ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പേരൻസ് ആയിരിക്കും. പിന്നീട് അത് നമ്മുടെ സ്കൂൾ ലൈഫിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് അതിലൊരു വലിയ റോളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതിലൊരു റോളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ നേടിയെടുക്കുന്ന കുറെ അറിവുണ്ട്. നമ്മൾ തന്നെ സൊസൈറ്റിയിൽ കാണുന്നത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന സിനിമകള്. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് വാല്യൂസും പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് പിന്നെ നമ്മൾ അതിനൊരു ബേസ് ആക്കിയിട്ടാണ് നമ്മൾ മുൻപോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രിൻസിപ്പിൾസും ബിലീഫ്സും വിഷനും വാല്യൂവും ഇതൊന്നും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആവരുത്. അതായത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കറക്ഷന് വേണ്ടിയിട്ടുള്ള സ്പേസും ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പേസും. അതായത് ഇപ്പം നമ്മള് ശരിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷെ കാലക്രമേണ നമുക്ക് തന്നെ തോന്നും എന്തെങ്കിലും മാറ്റം അതിൽ വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ചിന്താരീതിയിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്സും നമ്മുടെ ബിലീഫ്സും നമ്മൾ ഒരുപക്ഷെ ഒരു കാലത്ത് ഏറ്റവും ശരിയെന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് പോലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ നമ്മളും തയ്യാറായിരിക്കണം. സോ എന്നാൽ മാത്രമേ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സ്പിരിച്വലി ഇന്റലിജന്റ് ഹ്യൂമൻ ബീയിങ് നമ്മൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ നമ്മളെ പഴയ കാലത്തെ ഇപ്പൊ സാബത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സാബത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെയും ജ്യൂസിന്റെ ഒക്കെ ഇടയ്ക്കുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ 6 ദിവസം പണിയെടുക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് 7ാമത്തെ ദിവസം നമുക്കൊരു റെസ്റ്റ് എടുക്കാൻ, അതിനുപരി ദൈവത്തെ ഓർക്കാനുള്ള ഒരു മൊമെന്റ് ആയിട്ട് കാണേണ്ട ഒരു ദിവസം എന്നായിരുന്നു അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കാലക്രമേണ സംഭവിച്ചത് അതിനെ ആൾക്കാർ ലിറ്ററലി എടുക്കാൻ തുടങ്ങി. അതായത് ആ 7ാമത്തെ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല, 7ാമത്തെ ദിവസം ദൈവത്തിന് വേണ്ടി മാത്രം എന്ന രീതിയിൽ അതായത് ആ ദിവസം എന്ത് കാര്യം ചെയ്താലും മറ്റെന്ത് ചെയ്താലും അതൊരു കുറ്റമായി മാറും എന്ന രീതിയിൽ മാറുന്ന ഒരു കൾച്ചർ. അതായത് ബിബ്ലിക്കലി അങ്ങനെയാണ് അത് പിന്നെ പോർട്രേ ആയത്. അപ്പൊ പിന്നീട് ന്യൂ ടെസ്റ്റ്മെന്റിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്ന് അതിനെ തിരുത്തി പറയുന്നുണ്ട്. അതായത് സാബത്ത് എന്ന് പറയുന്നത് നല്ലത് ചെയ്യാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല, നല്ലത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. അതായത് ഒരു നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് എല്ലാ നിയമങ്ങളും എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പല ബിലീഫ്സും നമ്മൾ മാറ്റാൻ തയ്യാറാവണം. നമ്മളെക്കാൾ നല്ലൊരു അറിവല്ല, നമ്മളെക്കാൾ ശരിയെന്ന് നമുക്ക് പിന്നീട് തോന്നുന്ന ഒരു അറിവും ഒരു ബിലീഫും ഒരാൾ തരികയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവും. അത്രേ ഉള്ളൂ ഫാദർ. മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന് സാമ്പത്തിക വേണ്ടിയല്ല അല്ലേ? അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഹർഷ. താങ്ക് യു ഗ്രൂപ്പ് 3. ഹർഷയും ആശയും അനീറ്റയും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ബീങ് വിഷൻ ആൻഡ് വാല്യൂ ലെഡ്. ഒരു മനുഷ്യൻ എത്ര സമ്പന്നനായാലും എത്ര ഇന്റലിജന്റ് ആയാലും വാല്യൂസും വിഷനും ഇല്ലാത്ത മനുഷ്യൻ പൊള്ളയാന്ന് പറഞ്ഞ് അവർ വളരെ നന്നായിട്ട് ലിറ്ററൽ മീനിങ്ങും നമ്മൾ ഡെയിലി ലൈഫ് എക്സാമ്പിളും ബൈബിളിൽ നിന്ന് വരെ എക്സാമ്പിൾ എടുത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പ് 3. നൗ പെട്ടെന്ന് നമുക്ക് ഗ്രൂപ്പ് 4 പോകാം. ഹോളിസം ആണ്. ഹോളിസം ബൈ കാരലിൻ എൽസ, ഗീതു ഗണേഷ്, ക്രിസ്റ്റി സണ്ണി ആൻഡ് അഞ്ജു സുരേഷ്. ഞാൻ കരോളിനാണ്. ഞങ്ങൾ സ്പിരിച്വൽ ഇന്റലിജൻസിലെ ഹോളിസം എന്ന ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഹോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒന്നായി കാണുക, അതായത് സെപ്പറേറ്റ് പാർട്സ് ആയി കാണാതെ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. എവരിതിങ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആ ഒരു ക്വാളിറ്റിയാണ് ഹോളിസം എന്ന് പറയുന്നത്. ഹോളിസം എന്ന ക്വാളിറ്റിയുള്ള ഒരാളെ സംബന്ധിച്ച് നാരോ മൈൻഡഡ് ആയിരിക്കില്ല, കുറച്ചുകൂടി ബ്രോഡർ പെർസ്പെക്റ്റീവില് എല്ലാ കാര്യങ്ങളും കാണാനും ചിന്തിക്കുവാനും കൂടെയുള്ളവരെ ഇൻക്ലൂസീവ് ആക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവും. അതായത് മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് എല്ലാം തമ്മിൽ കണക്റ്റഡ്. അതായത് നമ്മൾ പഠിച്ചുള്ള ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, അതായത് എല്ലാം അങ്ങോട്ട് ലിങ്ക്ഡ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികമായ കാര്യങ്ങൾ മറ്റുള്ളവരെ എഫക്ട് ചെയ്യും, മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളെ എഫക്ട് ചെയ്യും. അതായത് വി ആർ ദ പാർട്സ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ഭാഗമാണ്, മറ്റുള്ളവർ നമ്മുടെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു ഇൻസൈറ്റ് ആണ് ഇതിലുള്ളത്. അതുപോലെ ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് ആർക്കും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു ഇന്റലിജന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ഒന്നായി കാണാൻ സാധിക്കും. ഇൻഡിപെൻഡന്റ് അല്ല ഒന്നെന്നൊരു ബോധ്യം ഉണ്ടാവും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ക്വാളിറ്റി നമ്മളെ സഹായിക്കും. താങ്ക് യു. നെക്സ്റ്റ് ഈ പാൻഡമിക്കിന്റെ ഹലോ ഫാദർ, ഞാൻ ഗീതു ആണേ. പറഞ്ഞോളൂ. ഹോളിസം എന്നത് ഞാൻ ഒരു ഫ്രേസുമായിട്ട്, ഒരു സംസ്കൃത ഫ്രേസുമായിട്ട് ബന്ധപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. വസുദൈവ കുടുംബകം നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട്. അതായത് ദ വേൾഡ് ഈസ് വൺ ഫാമിലി. അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാത്രം മാറിയാൽ മാത്രമേ അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എന്ന ഭാവം, എന്ന അഹംഭാവത്തിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ, ഞാൻ എന്ന വ്യക്തി മാത്രം ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ വേറൊരു വേറൊരാൾക്ക് അവിടെ ഒരു ജീവിക്കാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല ഒരിക്കലും, ഞാനെന്ന ഭാവം വരുമ്പോൾ. പക്ഷെ നമ്മൾ എന്ന ഭാവം വരുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനായിട്ട്, ദ ഹോൾ ഫാമിലി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ വള്ളത്തോളിന് എന്റെ ഗുരുനാഥൻ അതിൽ വള്ളത്തോൾ ഒരു പറഞ്ഞിട്ടുണ്ട്, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടുതൽ കുടുംബക്കാർ. ആ ഒരു ഇതിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് മാറ്റപ്പെട്ടാൽ മാത്രമേ ദ ഹോളിസം എന്നൊരു വേർഡ്, ആ ഒരു പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഞാൻ എന്ന ആ ഒരു ഭാവത്തെ മാറ്റി നമ്മളെന്ന ഭാവത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചാൽ മാത്രമേ ഈ ലോകം ഇനിയും നിലനിൽക്കുള്ളൂ. ഒരു സാമൂഹ്യ ജീവി എന്ന ഒരു തോന്നൽ, അത് സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എല്ലാവരുമായി ബന്ധപ്പെട്ട് അവിടെ ജീവികളുണ്ട്, മനുഷ്യനെന്ന് മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് കണക്ട് ചെയ്തപ്പെട്ടാൽ മാത്രമേ ഭൂമി നിലനിൽക്കുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറണം. ആ ഒരു തോട്ട് സാർ എനിക്ക് പറയാനുള്ള സാറ്. ഹലോ, ക്രിസ്റ്റിയാണ് സംസാരിക്കുന്നത്. ഹോളിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറയുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന ഒരു തോട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം പരസ്പരം ഡിപ്പെൻഡഡ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. പരസ്പര സഹായത്തോട് മാത്രമേ നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ ബോഡി പാർട്സിന്റെ കേസ് എടുത്താൽ തന്നെ ബോഡി ഫുൾ ആണെങ്കിൽ എല്ലാ പാർട്സും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ആ ഒരു കൺസെപ്റ്റ് ആണ് ഹോളിസം എന്ന് പറയുന്നതിൽ മുന്നോട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ
എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുക, സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് കാണാതെ എല്ലാം ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഹോളിസം മുന്നോട്ട് വെക്കുന്നത്. അഞ്ജു അഞ്ജുവും കൂടെ ഉണ്ട്, ഞാനാണ്. ഇപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു ഹോളിസം എന്താണെന്നുള്ളത്, ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരു സിംഗിൾ യൂണിറ്റി ആയിട്ട്, ഒരു ടൈംലെസ് ആയിട്ട്, യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് ഹോളിസം എന്ന് പറഞ്ഞു. അപ്പം ഇത് എങ്ങനെ വന്നു ഇത് ലോകത്തിനെ പല രീതിയിൽ മനസ്സിലാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ ശ്രമിച്ചിരുന്നത് പല കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പം നമ്മൾ പഠിച്ച കാര്യം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റോൾട്ട് സൈക്കോളജി പറയുമ്പോഴത്തേക്കിനും ഈ സെയിം കാര്യമാണ്, ഹോളിസത്തിന്റെ ഒരു പാർട്ടായിട്ടാണ്, അതിന്റെ ഒരു സൈക്കോളജിയിലുള്ള ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഈ ജസ്റ്റോൾട്ട് സൈക്കോളജിനെ കാണുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളൊരു സാധനത്തിനെ മനസ്സിലാക്കുമ്പോൾ അത് ഹോളായിട്ട് മനസ്സിലാക്കണം, അതിന്റെ പാർട്സ് ബൈ പാർട്സ് ആയിട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും അതെങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നമ്മൾ കണ്ടുപഠിച്ച ജസ്റ്റോൾട്ട് സൈക്കോളജി. അപ്പം ഇതുപോലെ തന്നെയാണ് രണ്ട് രീതിയിലാണ് ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നത്. ഒന്ന് ആറ്റോമിക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിന്റെ ഓരോ കണികേനെയും പരിശോധിച്ച് മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. പിന്നെ വന്നതാണ് ഹോളിസം. ഹോളിസം എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ മൊത്തത്തില്ല എല്ലാത്തിനും കൂടെ എല്ലാം ഡിവൈഡ് ചെയ്ത് നിങ്ങൾ കാണാതെ നിങ്ങൾ എല്ലാത്തിനും കൂടെ സമഗ്രമായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കാണണം എന്ന് പറയുന്നതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. അപ്പൊ ഈ ഹോളിസം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു നാരോ സെൻസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഫിലോസഫിയിൽ ആപ്ലിക്കബിൾ ആണ്, ഒരു സൊസൈറ്റൽ ലൈഫ് പറയുമ്പോൾ ആപ്ലിക്കബിൾ ആണ്, ഫിസിക്സിൽ സയൻസിൽ ആപ്ലിക്കബിൾ ആണ്. ഇപ്പം സയൻസിൽ പറയുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ലോകത്ത് നടക്കുന്നതെല്ലാം താഴെ ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു വാക്യത്തിലുള്ള ഒരു കാര്യത്തിന്റെ എക്സൈറ്റേഷൻ ആണ്. ഇപ്പൊ ഒരു കുളത്തില് എങ്ങനെ റിപ്പിൾസ് മുകളിൽ എത്തുന്നു, കോളം ആക്ച്വലി അടിയിൽ ഉണ്ട്, അതിന്റെ ആ ഒരു യൂണിവേഴ്സ് ആകുന്ന ഒരു പോണ്ടിന്റെ ഉള്ളിലെ റിപ്പിൾസ് ആണ് നമ്മൾ ഇപ്പൊ കാണുന്ന കാര്യങ്ങൾ എന്നാണ് ക്വാണ്ടം ഫിസിക്സിൽ ഹോളിസം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പം അതല്ല സോഷ്യോളജി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ച ആൽഫ്രഡ് ആഡ്ലറിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി പറഞ്ഞിരിക്കുന്നതും എങ്ങനെ ഒരാൾക്ക് സൊസൈറ്റിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അത് ഒരു ഹോൾ ഓഫ് സൊസൈറ്റി ആയിട്ട് ഒരാൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആണ് ഹോളിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ജസ്റ്റോൾട്ട് തിയറി, അല്ലാതെ ലിറ്ററേച്ചറിൽ അല്ലെ കുറച്ചുകൂടെ ഫിലോസഫിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഹെഗലിന്റെ തിയറികളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും മൊത്തം ഞാൻ കുറച്ച് തിയറീസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞല്ല, എന്തായാലും ഐഡിയാസ് മനസ്സിലായ സ്ഥിതിക്ക് തിയറീസിൽ കുറച്ച് പറയാമെന്ന് കരുതിയാണ് എങ്ങനെ അത് ഓരോ ബ്രാഞ്ചസിലും ആപ്ലിക്കബിൾ ആണെന്നുള്ളത് പറഞ്ഞത്. അപ്പം മൊത്തം ഒരു യൂണിഫൈഡ് ഹോളായിട്ട് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അച്ഛാ, താങ്ക് യു ഗ്രൂപ്പ് 4. അഞ്ജുവും ഗീതുവും ക്രിസ്റ്റീൻ കാരലിനോട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം ലിറ്ററൽ മീനിങ് തുടങ്ങി, പിന്നെ വസുദേവ കുടുംബവും പിന്നെ പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് കമ്പയർ ചെയ്തു. അഞ്ജു ആണ് പല ഡിഫറെന്റ് സബ്ജക്ട്സിലോട്ട് നമ്മളെ കൊണ്ടുപോയി, എങ്ങനെയാണ് ഹോൾസ് ബെറ്റർ ദാൻ പാർട്ട് എന്ന് പറയുന്നു, ജസ്റ്റോൾട്ട് സൈക്കോളജി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഹോൾസത്തിനെ കുറിച്ച് നമുക്ക് ഇവരിലൂടെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. Now shall we move to group 5. Group 5 is compassion, another important thing, and അതിലെ participants ആണ് ജിത ജി, ജോസി ജോസ്, എലിസബത്ത് പയസ് and ഗീതു സജി. അച്ഛാ പറഞ്ഞോട്ടെ. We are not human beings having a spiritual experience. We are spiritual beings having a human experience. This is a famous quote by Pierre Chardin. Good morning all. Myself Josie Jose, Elizabeth Pius, Jida Jig and Neetu Saji are presenting here today compassion, which is one of the most important qualities of spiritual intelligence according to Diana Soha. In Latin, compassion is defined as feeling with. It isn't just feeling sorry for people, it's feeling with people. Compassion is like, I feel your pain as my pain, and I feel your joy as my own. This quality helps us to see the world through the eyes of others. It's like, I don't just recognize or accept your feeling, but I feel them too. This is compassion. Now, over to Elizabeth Pius. Good afternoon, everyone. So I'll be speaking about the theoretical perspective of compassion.
like Dana Soha said, that compassion is a feeling with. It's like not feeling sorry for people, but you're feeling with the people. Like if I feel for you, and like it's like I feel for you and for everything in the universe, plants, animals, whatever it is, you feel for everything in the universe. You have a feeling with quality and deep empathy. So compassion is a precursor to empathy, which we'll see, which Jita will take on. And so compassion has a theoretical perspective which starts from like it's a variation of love. It's a variation of love and sadness, and it's a distinct emotional state differentiated from distress, stress, and love. And as you can see, like compassion is not pity, it's not an attachment, it's not as same as empathetic feelings. It's not simply wishful thinking or something of that sort. It's just like you're feeling for the people. And the act of compassion is defined by its helpfulness. And the sense of compassion that arises in us is in the face of someone who is in need or someone who is in pain, according to and it motivates people to go into their way to help others in a mentally, physically, and emotional pains and help even themselves. So I would like to speak about the religious concept of compassion. All religion makes impact into this compassion. They have a clear vision of compassion. So looking into the case of Christianity, there's lots of example which depicts compassion as the most quality one must attain. And the examples of Good Samaritan as a basic concept of compassion. Muslims start their day with praying to be compassionate. Even in Hinduism, it's like Daya, Karunyam, and Anukampa are one of the factors which compassion encompasses. And a lot more in Buddhism, it's based on compassion. And it's a variation of love and sadness. Over to Jita, which she will explain how compassion is related to empathy, even though compassion is empathy. Over to Jita. ഇപ്പം എൽസിബത്ത് നമ്മളുടെ കമ്പാഷന്റെ ഡെഫിനിഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ തിയറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കേൾക്കാലോ അല്ലേ? പറഞ്ഞു. ഇനി നമ്മള് എംഹാ സഭാഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കമ്പാഷനെ കുറിച്ചുള്ള ചിന്താഗതി ആ വ്യക്തിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കമ്പാഷൻ എംപത്തറ്റിക് റെസ്പോൺസ് ആൻഡ് ആൻ ഓൾട്രിസ്റ്റിക് ബിഹേവിയർ. അതായത് കമ്പാഷൻ എന്ന് പറയുന്നത് എമ്പതിയും അതോടൊപ്പം തന്നെ ഓൾട്രിസവും ചേർന്നതാണ്. നമുക്കറിയാം എന്താണ് എമ്പതി എന്നും ഓൾട്രിസം എന്നും. എങ്കിൽ നമുക്ക് അതിലൂടെ കടന്നു പോകാം. എന്താണ് എമ്പതി എന്ന് പറയുന്നത്? എമ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നമായി എങ്കിൽ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതെനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു, അതെനിക്ക് എത്രകാലം അനുഭവപ്പെടുമായിരുന്നു, അതിന്റെ പേരിൽ എനിക്ക് ഇതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അതേ ആ വ്യക്തിയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ എമ്പതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ എമ്പതി എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ വൺ ഓഫ് ദി കീ കമ്പോണന്റ് ആണ്. ഇനി ഓൾട്രിസം എന്താണെന്ന് നോക്കാം. ഓൾട്രിസത്തിന് ശരിക്കും മലയാള അർത്ഥം എന്ന് പറയുന്നത് പരോപകാരമാണ്. അതായത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. ഈ ഓൾട്രിസം തന്നെ പല ടൈപ്പ് ഉണ്ട്. ജനറ്റിക് ഓൾട്രിസം ഉണ്ട്, റെസിപ്രോക്കൽ ഓൾട്രിസം ഉണ്ട്, ഗ്രൂപ്പ് സെലക്ടീവ് ഓൾട്രിസം ഉണ്ട്, പിയർ ഓൾട്രിസം ഉണ്ട്. അതിൽ ജനറ്റിക് ഓൾട്രിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലികൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ് അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അതിന് ജനറ്റിക് ഓൾട്രിസം എന്ന് പറയും. അടുത്ത റെസിപ്രോക്കൽ ഓൾട്രിസം. ഈ റെസിപ്രോക്കൽ ഓൾട്രിസം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇങ്ങനെ മറ്റുള്ള ക്ലീനൊക്കെ ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ സഹായത്തിലേക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ദൈവം നമുക്ക് സഹായത്തിനായിട്ട് നൽകിയെന്ന് നമ്മൾ പൊതുവെ എല്ലാ മനുഷ്യന്മാരും പറയുന്ന കാര്യമാണ്. അതാണ് ശരിക്കും റെസിപ്രോക്കൽ ഓൾട്രിസം എന്ന രീതി വരുന്നത്. ഗ്രൂപ്പ് സെലക്ടീവ് ഓൾട്രിസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ഉന്നമനത്തിൽ അല്ലെങ്കിൽ അതിലുള്ള ഓരോ വ്യക്തിയുടെ ഉന്നമനത്തിനായിട്ട് അതിലെ വ്യക്തികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോഴാണ് ഗ്രൂപ്പ് സെലക്ടീവ് ഓൾട്രിസം വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പിള്ളേർ എടുക്കുന്നു, അതിലൊരു ഡിവിഷൻ എടുക്കുന്നു. അപ്പം ആ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാകും, മീഡിയം രീതി പഠിക്കുന്ന കുട്ടികളുണ്ടാകും, തീരെ മാർക്ക് കുറവ് മേടിക്കുന്ന കുട്ടികളുണ്ടാകും. 10ാം ക്ലാസ്സിൽ റിസൾട്ട് എഴുതാ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ജയിക്കുമെന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ മുഴുവൻ വിജയമാണ്. അപ്പൊ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി മാർക്ക് കുറവുള്ള ഒരു കുട്ടിക്ക്
അത് കാര്യങ്ങൾ പഠിപ്പിക്കുകയും മാർക്ക് മേടിക്കാൻ ആ കുട്ടിയെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ ഗ്രൂപ്പ് സെർട്ട് ഓൾട്രിസമാണ്. പ്യൂർ ഓൾട്രിസം എന്ന് പറയുന്നത്. പ്യൂർ ഓൾട്രിസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാകണമെന്ന് പോലുമില്ല, നമുക്ക് അറിയാവുന്ന ആൾക്കാരാകണമെന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങനെ അറിയാവുന്നതാണ് അറിയാവുന്നതായിട്ടാണല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹായം തിരിച്ചുള്ള പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ യാചകനെ കാണുന്നു, ആ വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു, അതൊക്കെ പ്യൂർ ഓൾട്രിസത്തിനകത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് എമ്പതി എന്താണ്, പ്യൂർ ഓൾട്രിസം എന്താണെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതായത് എമ്പതി ഈ ഓൾട്രിസം കൂടെ ചെയ്യുമ്പോൾ, അതായത് ഞാൻ എന്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയില്ല, ആ വ്യക്തിയുടെ പ്രശ്നം എന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ കാണുന്നു, ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാൻ അതിനെ ആ പ്രശ്നത്തിൽ നിന്ന് കഴിയാൻ സഹായിക്കുന്നു. അങ്ങനെ അതൊക്കെയാണ് ഈ എമ്പതി ഓൾട്രിസം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ എമ്പതി ഓൾട്രിസം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കമ്പാഷൻ എന്ന് പറയുന്നത്. ഇനി ഓൾട്രിസം തനിയാകുമ്പോഴാണ് അത് ഔദാര്യം എന്ന രീതിയിലാകുന്നത്. കമ്പാഷൻ ഒരിക്കലും ഔദാര്യം എന്ന രീതിയിൽ ആയിത്തീരാൻ പാടുള്ളതല്ല. കമ്പാഷൻ എപ്പോഴും എമ്പതി അതിന്റെ ഓൾട്രിസം ചേർന്നതായിരിക്കണം. ഈ കമ്പാഷന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് ഗീത നമ്മളോട് പറയുന്നതായിരിക്കും. താങ്ക് യു. Actually, ഞാൻ ഗീത പറഞ്ഞേ. Now we can see what are the qualities of compassion. First one is patience and wisdom. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാജയം വരുന്നു, ഓക്കെ സാരമില്ല, ജീവിതത്തിൽ ദൈവം നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെന്ന് കരുതി എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യവും വിവേകത്തോടെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ കൈൻഡ്നസ് ആൻഡ് പെർസിവറൻസ്. കൈൻഡ്നസ് മീൻസ് ദയ. ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളോടും ദയാപൂർവ്വം നമ്മൾ ദയോടുകൂടി പെരുമാറണം. പെർസിവറൻസ് മീൻസ് എപ്പോഴും ഉത്സാഹത്തോടെ, സ്ഥിരോത്സാഹത്തോടെ നിൽക്കണം, എപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നതാണ് വാംത് ആൻഡ് റിസോൾവ്. വാംത് മീൻസ് സൗഹാർദ്ദം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളും സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ റിസോൾവ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നു, ജോലി മേടിക്കുന്നു, ഇത് സമ്പാദിക്കുന്നു, ഇത് നമുക്ക് ലൈഫ് എന്ന് പറയത്തില്ല. കാരണം ഇവിടെ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, നമ്മൾ ആവശ്യമുള്ളവർ, അതായത് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരോ അവരെ കണ്ടെത്തുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ്ഫുൾ ആകുന്നത്. സോ ലൈഫ് ലോങ് നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കേണ്ട ഒരു മൂല്യമാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കഥ കേൾക്കാം. ശ്രീബുദ്ധന്റെ ഒരു അനുഭവ കഥയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം എങ്ങനെയായിരുന്നു, ഒരു പ്രത്യേക ദിവസം താൻ പാവപ്പെട്ടവർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കൊക്കെ ആയിട്ട് ഭിക്ഷ സ്വീകരിക്കുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി അദ്ദേഹം രാവിലെ ഒരു വൃക്ഷച്ചോടിൽ വന്നിരുന്നു. ആദ്യം ഈ ദാനധർമ്മം നടത്താൻ വേണ്ടി വന്നത് അവിടുത്തെ രാജാവായിരുന്ന ബിംബിസാരനായിരുന്നു. ബിംബിസാരൻ വന്ന് ഒത്തിരി സ്വർണം കൊണ്ടുവച്ചു, ഭക്ഷണം കൊണ്ടുവന്നു, വസ്ത്രം കൊണ്ടുവന്നു, ഭൂമി കൊണ്ടുവന്നു. എന്നിട്ട് വ്യക്തി ഇതെല്ലാം ഒരു കൈകൊണ്ട് സ്വീകരിച്ചു. പിന്നീട് വന്നത് അജാതശത്രു ആയിരുന്നു. അദ്ദേഹം വളരെ ആഘോഷപൂർവ്വം ചെണ്ട വാദ്യമേളങ്ങളോട്ടൊക്കെ വന്നു. അദ്ദേഹം വന്നതുപോലൊക്കെ സ്വർണവും ഭക്ഷണവും വസ്ത്രമൊക്കെ കൊണ്ടുതന്നു. ഇതും ശ്രീബുദ്ധൻ ഒരു കൈകൊണ്ട് സ്വീകരിച്ചു. പിന്നീട് അങ്ങനെ പുറകെ നിരവധി പ്രഭുക്കന്മാർ, രാജാക്കന്മാരൊക്കെ വന്നു. വളരെ പ്രശസ്തരായ ആൾക്കാരെല്ലാം വന്നു. ഇതുപോലെ നിരവധി സമ്മാനങ്ങൾ വന്നു. പക്ഷെ ശ്രീബുദ്ധൻ ഇവരുടെ എല്ലാ സമ്മാനങ്ങളും ഒരു കൈ കൊണ്ട് സ്വീകരിച്ചത്. എന്നറിയാം, പഴമക്കാർ പറയുന്നത് ഓരോ എന്തെങ്കിലും നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കണം. പക്ഷെ ഇവിടെ ശ്രീബുദ്ധൻ എല്ലാം ഒറ്റ കൈ വെച്ച് സ്വീകരിച്ചത്. ശേഷം ഇതെല്ലാം കഴിഞ്ഞ് കുറെ നേരಕ್ಕೆ ശേഷം ഒരു വൃദ്ധ വന്നു. വൃദ്ധ വന്നിട്ട് പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഭിക്ഷ സ്വീകരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തെങ്കിലും അങ്ങേക്ക് തരാൻ പണമൊന്നുമില്ല. ഞാൻ ഈ മാതളനാരങ്ങ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഭിക്ഷ സ്വീകരിക്കുന്ന കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ മാതളനാരങ്ങയുടെ പകുതിയാണ് അങ്ങേക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീബുദ്ധൻ എന്നിട്ട് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിന്ന രാജാക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് പറയാൻ തുടങ്ങി. അതിലൊരാൾ വന്ന് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ആ വൃദ്ധയുടെ സമ്മാനം എന്തിനാണ് സ്വീകരിച്ചത്? അതിൽ എത്രയോ മൂല്യമേറിയ സമ്മാനങ്ങളാണ് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ട് തന്നത്. പിന്നെ എന്തിനാണ് ആ വിലയില്ലാത്ത സമ്മാനം അവിടെ സ്വീകരിച്ചെന്ന് ചോദിച്ചു. ഉടനെ
ശ്രീബുദ്ധൻ പറയുണ്ടായി, ശരിയാണ്, സ്ത്രീ തന്ന സമ്മാനം നിങ്ങൾക്ക് വളരെ ചെറുതായിരിക്കാം, എങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി, ആ സ്ത്രീ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. മറ്റു രാജാക്കന്മാരും പ്രഭുക്കന്മാരും പ്രശസ്തരൊക്കെ ചെയ്തത് എന്താണ്? അവർ ദാനധർമ്മത്തെക്കാൾ മഹത്വത്തിനാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ ആ സ്ത്രീയുടെ സമ്മാനം ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ജീവിതത്തില് ഇപ്പൊ നമുക്കൊരു സുഹൃത്തിന് എന്തെങ്കിലും ഒരു വിഷമം വരുന്നു. അപ്പൊ നമുക്ക് ചിലപ്പോൾ പൈസ കൊടുത്ത് സാധനം കൊടുക്കാനോ അങ്ങനെ പറ്റില്ലായിരിക്കും. പക്ഷെ ഒരു നേരം അദ്ദേഹത്തിന് അടുത്ത് കൂടുന്ന അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുത്താലും മതി, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയേറെ ഗുണപ്രദമായിരിക്കും. നമ്മൾ പണം ബാക്കി എന്ത് കൊടുക്കും? ഇപ്പൊ ഒരു ഭിക്ഷക്കാരൻ വരുമ്പം രണ്ടുപേരും നിൽക്കുന്നു, അതിൽ ഒരാൾ ഒരു 50 രൂപ കൊടുക്കും, ഒരാൾ 1000 രൂപ കൊടുക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ശരി 1000 രൂപ കൊടുത്ത ആളാണ് കൂടുതൽ കൊടുത്തത്. 50 രൂപ കൊടുത്ത ആളുടെ ആകെപ്പാടെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വന്ന് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെക്കാൾ വിഷമത അനുഭവിക്കുന്ന ആളാണല്ലോ ഓർത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ 100 രൂപയുടെ പകുതിയും കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ അപ്പുറം നിന്നാള് തന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഇരുന്ന ആളാണ് അതിലെ വേറൊരു 10-1% പോലും കൊടുക്കുന്നില്ല, ആ 1000 രൂപ കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും അതിന്റെ ഉദ്ദേശശുദ്ധിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഓഡിയോ മാത്രമല്ല വരുന്നുള്ളൂ, വീഡിയോ വരുന്നുണ്ടോ? വീഡിയോ വരുന്നുണ്ട് അച്ഛാ. ഉണ്ടോ? ഓക്കെ.เขาจะได้อะไรถ้าเขาทำแบบนี้ทุกวันเขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้นസോ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വരുമാനമൊന്നുമില്ല, പക്ഷെ ഉള്ള ആ സമ്പാദിക്കുന്നത് അദ്ദേഹം എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ആ സന്തോഷം എത്ര പേർക്ക് ചുറ്റും പകർന്നു നൽകുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. താങ്ക് യു. ഹലോ, താങ്ക് യു. ഗ്രൂപ്പ് 5 കമ്പാഷനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ വരെ കാണിച്ചു. ഇന്റലിജൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്പിരിച്വാലിറ്റി, അതിൽ 12 പ്രിൻസിപ്പിൾ, അവര് കമ്പാഷൻ ഡിവൈഡ് ചെയ്ത് എംപത്തി, അതിൻ്റെ ഉള്ളിൽ ആൾട്ടറേഴ്സും, ഇങ്ങനെ കുറെ നല്ല രീതിയിൽ ആഴത്തിൽ പഠിച്ചിട്ടാണ് ഈ എല്ലാവരും പഠിച്ചിട്ടാണ് ഇവർ കുറച്ചുകൂടെ ഒത്തിരി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓരോരുത്തരും അവരവരുടെ ഏൽപ്പിച്ച ഭാഗം നന്നായി ചെയ്തു. ആൻഡ് കമ്പാഷനെ കുറിച്ച് ബൈബിളിലുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ഈശോ മലമുകളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർക്ക് വിശക്കുന്നു മനസ്സിലാക്കി അവൻ അത്ഭുതം തോന്നി അപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പാഷൻ ടേൺസ് ഇൻ ടു എംപത്തി. അപ്പം നമ്മളിവിടെ ഇവർ ഒരുപാട് പറഞ്ഞു, ഇതിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. സോ താങ്ക് യു ഗ്രൂപ്പ് 5. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെയാണ് സമയമുള്ളത്. പക്ഷെ ഗ്രൂപ്പ് 6 വിളിക്കണോ അത് നെക്സ്റ്റ് ഡേക്ക് വെക്കണം? അപ്പൊ ഇന്ന് യെസ് സർ. താങ്ക് യു. അപ്പോ വളരെ നന്നായിട്ട് ഡാനിയുടെ ലീഡർഷിപ്പിൽ ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിൽ സന്തോഷം.
ഓക്കെ. ഇനി നാളത്തെ ക്ലാസ് ആരാണ്? പക്ഷെ നാളെ സാറ്റർഡേ ആണ്. നാളെ ഇല്ലല്ലോ അല്ലേ? നാളെ സാറ്റർഡേ ആണോ? നാളെ ഫ്രൈഡേ ഫ്രൈഡേ ആണ്. ടുമോറോ ഫ്രൈഡേ ബ്ലെസൻ ആണ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ബ്ലെസൻ പ്രസന്റേഷൻ ശേഷം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ good afternoon. See you later. Bye bye. Thank you. Thank you.